ഇനി അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അവതാരക, വോയിസ് ആർട്ടിസ്റ്റ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. കോഴിക്കോട് സ്വദേശിനി ആകാശവാണിയിലെ കാഷ്വൽ അനൗൺസർ രേവതി നായരെ കുറിച്ചാണ് പറഞ്ഞത്. എംടെക് ബിരുദധാരി കൂടിയായ രേവതി വിദേശത്തും നിരവധി പരിപാടികൾ അവതാരകയാണ്. ചേരുന്നുണ്ട് രേവതി നായർ. രേവതി, സ്വാഗതം സി പോസിറ്റീവിലേക്ക്. ഗുഡ് മോർണിംഗ് നീത. മലയാളം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ എംടെക്കുകാരി എങ്ങനെയാണ് ഈ വഴിയിലേക്ക് എത്തിയത്? ഈ വോയിസ് ആർട്ടിസ്റ്റ്, ആങ്കറിംഗ്, ഡബ്ബിംഗ് അതിലേക്ക് എങ്ങനെ എത്തുന്നത്? ഞാൻ എംടെക്കിന് എന്റെ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്താണ് കോഴിക്കോട് ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസേഴ്സിന്റെ വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ ഒരു ന്യൂസ് കാണുന്നത്. അപ്പൊ അതിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് വോയിസ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആകാശവാണിയിലെ ഫസ്റ്റ് കാഷ്വൽ അനൗൺസർ ആവുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് പല വേദികളിലും അതുകൂടാതെ ഇതുപോലെയുള്ള ഡബ്ബിംഗ് മേഖലയിലൊക്കെ എത്തുന്നത്. അവിടെയായിരുന്നു തുടക്കം. ഇതിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് എനിക്ക് തോന്നുന്നു ആങ്കറിംഗ് ആണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ അതെ, കുറച്ച് സ്റ്റേജസിൽ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. ഏകദേശം ഇപ്പൊ എത്ര സ്റ്റേജുകളിൽ ആങ്കറിംഗ് ചെയ്തിട്ടുണ്ടാവും? കുറച്ച് 500 അടുപ്പിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ഉണ്ടാവും. എല്ലാ വേദികളും ആഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 500-നുള്ളിൽ ഉണ്ടാവും. ഇത് ആകാശവാണിയിൽ ആദ്യം എത്തുമ്പോൾ ഈ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ, അപ്പൊ അതിലേക്കായിരുന്നു ആഗ്രഹം, അതോ പിന്നീട് എങ്ങനെയാണ് ഈ ആങ്കറിംഗിലാണ് കൂടുതൽ താല്പര്യം വരാനുള്ള കാരണം എങ്ങനെയാ? ഈ ആകാശവാണിയിൽ നമ്മള് വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറെ എൻക്വയറീസ് ഒക്കെ വരുമല്ലോ. അതായത് അവിടേക്ക് ഇങ്ങനെ ആങ്കറിങ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ ഒക്കെ ചോദിച്ചിട്ടുള്ള എൻക്വയറീസ് വരുന്ന സമയത്ത് നമ്മളെ സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ആദ്യത്തെ ഒരു വേദി. അതിനുശേഷം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ സ്റ്റേജസിലൊക്കെ ആങ്കറിങ് ചെയ്തിരുന്നു. ഒരു മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഒരു പ്രധാന വേദിയിൽ എത്തുന്നത് ഞാനൊക്കെ എന്റെയൊക്കെ ഗുരുവായിട്ടുള്ള സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ, എനിക്ക് ആ സ്പെസിഫിക് ആയിട്ട് ഒരു ഇവന്റ് ഓർമ്മയില്ല, പക്ഷെ ആ വേദിയിലൂടെ ആയിരുന്നു തുടക്കം. ഒരു പബ്ലിക് ഒരു ഇവന്റില് ആൾക്കാരുമായിട്ട് സംവദിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നി ഇതെനിക്ക് പറ്റുന്നൊരു മേഖലയാണെന്ന് തോന്നി. സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഓരോ സാഹചര്യങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് അത് കോപ്പപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പം ഇതും പറ്റും എന്ന് തോന്നിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് ആങ്കറിംഗിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഇൻവോൾവ് ആവുന്നതും അതിലൊന്ന് സജീവമാവുന്നതും. ഈ ആകാശവാണിയിൽ നമുക്കറിയാം, റേഡിയോ ആകുമ്പോൾ നമുക്ക് ശബ്ദം മാത്രമാണല്ലോ കേൾക്കുന്നത്, നമ്മൾ ആളെ കാണുന്നില്ല. പക്ഷേ ആങ്കറിംഗിലേക്കും ഒരു വലിയ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുക. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചെറുതിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ വലുതാവുമ്പോൾ വലിയ കുറെ ആളുകളെ നേരിട്ട് കാണുമല്ലേ, അവരുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഓരോ വേദികളെന്ന് പറയുന്നത് നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ്. ഇപ്പോഴും എന്റെ നെഞ്ചിടിക്കും ഓരോ വേദിയിലേക്ക് എത്തുമ്പോഴും. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്തുകൊണ്ടായിരുന്നില്ല, നമ്മൾ ഈ സൈഡിൽ ഇരുന്നിട്ട് അനൗൺസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. പിന്നീട് അങ്ങോട്ടാണ് ഒന്നുകൂടെ ഒന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് ഓഡിയൻസിനൊക്കെ ഒന്ന് ഫേസ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. കുറച്ചടുത്ത് ഈ ആകാശവാണിയിൽ, അതായത് നമ്മൾ ഈ സ്ട്രീമിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ വേദികളിലും ഇതുപോലെ തന്നെയാണ്. നല്ല പേടിയാണ്. നമ്മൾ ഓൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുമെങ്കിൽ പോലും ആ ഒരു തുടക്കം നമുക്കൊരു ഇത്തിരി ടെൻഷനാണ്. പക്ഷെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. ഇപ്പൊ എത്ര വർഷമായി ആങ്കറിംഗ് മാത്രമായിട്ട് ചെയ്യുന്നു? എത്ര വർഷം കൊണ്ട്? ഞാൻ 2018 തൊട്ടാണ് മെയിൻ സ്ട്രീം ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തരത്തിലുള്ള വേദികളിലൂടെയൊക്കെ ആങ്കറിംഗിൽ എത്തിയത്. ഒരു 2018 എന്ന് പറയുമ്പോൾ ഒരു 6 വർഷമായി. അപ്പോൾ ഈ 6 വർഷത്തിനിടയിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു ആങ്കറിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കൂ. നല്ലതും ചീത്തയും രണ്ടും പറഞ്ഞോളൂ. നല്ലതും ചീത്തയും ഒരുപാട് നല്ല നല്ല വേദികൾ എനിക്ക് ആങ്കറിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തിട്ടുള്ള ഇവന്റ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഓരോരോ ഇൻസിഡൻസ് നമ്മളിങ്ങനെ ന്യൂസിലൂടെ ഒക്കെ കാണുമ്പോൾ അതൊരു ടെൻഷനാണ്, കൂടുതൽ ഉത്തരവാദിത്വമാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നും വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അധികം തെറ്റുകളൊന്നും ഇതുവരെയുള്ള ഒരു ജേർണിയിൽ പറ്റിയിട്ട് ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കിപ്പം ചില ആൾക്കാരെ ഒന്ന് നേരിട്ട് കാണണം, അങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോഴായിരിക്കും അത്തരത്തിലുള്ള അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗസ്റ്റ് വരുന്ന ഒരു വേദി നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് നല്ല വേദികൾ ഇപ്പം
ശശി തരൂർ സാറും ഒക്കെ എനിക്ക് കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു വേദിയിൽ എത്താൻ സാധിച്ചു, അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാനൊക്കെ. അതുപോലെ ഒരുപാട് വേദികളുണ്ട്. ഞാൻ അതായിരുന്നു ചോദിക്കാൻ വന്നത്, നമ്മൾ ആഗ്രഹിച്ച് ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഒക്കെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു. തീർച്ചയായിട്ടും. സിത്താര കൃഷ്ണകുമാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗായികയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു വലിയൊരു വേദി തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരാളെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി ആയാലും ഈ അടുത്ത് ഞാൻ പങ്കെടുത്തൊരു പരിപാടി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ആണെങ്കിൽ പോലും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അപ്പം അതുപോലെയുള്ള വലിയ ആൾക്കാര്, ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ, നമ്മളൊക്കെ ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ്. അപ്പം അവരെല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയ ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട്, അവരൊക്കെ കാണാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പരിപാടി ആങ്കറിങ് ചെയ്യാൻ നമുക്ക് ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഉണ്ടാവുക? ഈ പ്രോഗ്രാം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് സ്വാഭാവികമായിട്ട് അവർ തരുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻസ് ആണ് ഈ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കാറ്? ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം എന്നെ വിളിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അനീത പറഞ്ഞ പോലെ അതെന്താണ് പ്രോഗ്രാം, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാം ഷെഡ്യൂള്, മിക്കപ്പോഴും ആ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ഒന്നും നമ്മളെ വിളിക്കുന്ന ആ സമയത്ത് ആയിട്ടുണ്ടാവില്ല. മേ ബി ആ പ്രോഗ്രാം നടക്കുന്ന 2 ദിവസം മുൻപോ തലേന്നൊക്കെ ആയിരിക്കും റെഡിയാക്കുക. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിന്റെ ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മളോടിപ്പോ സംസാരിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് ചെയ്ത വ്യക്തിയോടോ ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെങ്കിൽ ആരാണോ നമ്മളെ, ഏത് ഓർഗനൈസേഷന്റെ ആൾക്കാരാണോ വിളിക്കുന്നത്, അവരുടെ ആ ഒരു പരിപാടിയുടെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കും. ഒഫീഷ്യൽ ആണോ അതോ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, നമ്മളൊരു എനർജറ്റിക് ആയിട്ട് അങ്ങനെയുള്ള ഒരു സംഗതിയാണോ നമ്മളൊന്ന് ചോദിച്ചു മനസ്സിലാക്കും. പിന്നെ മെയിനായിട്ട് ആ ഓർഗനൈസേഷന്റെ മുൻപ് നടത്തിയ പരിപാടികളെ കുറിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ടുള്ള അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ റെഡിയാക്കും. അതിനുശേഷമാണ് പ്രോഗ്രാം ഷെഡ്യൂൾ കിട്ടുന്നതും പിന്നീട് അതിനനുസരിച്ച് ഓരോ അതിഥികളെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്യാണ് സ്വതവേ ചെയ്യുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമുക്കുള്ള ഏതൊരു പരിപാടിന്റെ കേസിലും ആ സമയങ്ങളിൽ ആൾക്കാർ കൂടുതൽ വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ആൾക്കാർ വരാതിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ടില്ലാത്ത പല മാറ്റങ്ങളും അതിൽ വരാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ആയി വെക്കുക. അതായത് മാറ്റം വന്നാൽ എങ്ങനെ അതിനെ കോപ്പപ്പ് ചെയ്യാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇപ്പം ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു പരിപാടിയുടെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കുറച്ച് കാലങ്ങൾ മുമ്പൊക്കെ കണ്ടിരുന്നത് നമ്മൾ ആങ്കറിങ്ങിനെ കാണുക പോലുമില്ല, നമ്മൾ ശബ്ദം മാത്രമാണ് കേൾക്കുക. ചിലപ്പോൾ സ്റ്റേജിൻ്റെ സൈഡ് നിന്നിട്ട് മാത്രമായിരിക്കും ഈ പരിപാടി കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ സ്റ്റേജിലേക്ക് വരികയും ഈ ഓഡിയൻസിൻ്റെ പോലെ തന്നെ അത്രയും വൈബോട് കൂടി തന്നെ വേണം ഈ ആങ്കറിങ് നടത്താൻ. അത്രയും എത്ര മണിക്കൂറാണോ പരിപാടിയുള്ള അത്രയും സമയം ആ ഒരു വൈബിൽ തന്നെ നമുക്ക് നിൽക്കുകയും വേണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് കോസ്റ്റ്യൂം ആയാലും ഓർണമെന്റ്സ് ആയാലും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അതിപ്പോൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവർ തന്നെ പറയാറുണ്ടോ, അതോ നമ്മുടെ ഒരു ചോയ്സ് പോലെ ആ പ്രോഗ്രാമിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ടുള്ളൊരു ഗെറ്റപ്പിലാണോ വരാറുള്ളത്? ചില കേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രോഗ്രാമിന്റെ ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സെറിമണി അങ്ങനെയുള്ളതാണ്, ഒരു ഫോർമൽ ആയിട്ടൊരു സെറിമണി ആണെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സാരി അങ്ങനെയുള്ള വേഷങ്ങളാണ്. അതല്ല ഇപ്പം കുറച്ചുകൂടെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന പോലത്തെ ഇനോഗ്രൽ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗൗണും ഇപ്പം പല ടൈപ്പ് ഡ്രസ്സുകൾ അവൈലബിൾ ആണല്ലോ. അപ്പം അത് ഏതെങ്കിലും ഇടാറാണ് പതിവ്. മിക്കപ്പോഴും നമ്മൾ ഈ കോൺടാക്ട് ചെയ്യുന്ന ആളോട് തന്നെ ചോദിക്കും ഏത് രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവര് ചിലപ്പോൾ പറഞ്ഞു തരും. ഇനി അതല്ല കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പരിപാടിയുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂം ആയിരിക്കും ധരിക്കാറ്. ഇപ്പോൾ ഒരു വലിയ കുറേ ഓഡിയൻസ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് കൺട്രോൾ പോകുന്ന പോലെ ഉണ്ടോ? കാരണം അവർ ഒരുപാട് വല്ലാത്ത രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ ഒന്ന് പിടിച്ചിരുത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില സമയത്ത് ഇപ്പം വളരെ റീസെന്റ് ആയിട്ടുള്ള ഞാൻ തലശ്ശേരിയിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പം സ്റ്റേജിൽ കയറി ഉടനെ തന്നെ ഞാനൊന്ന് അവരുടെ ഒരു വൈബ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൈയടിപ്പിക്കുക, അങ്ങനത്തെ ആ ഒരു അവരുടെ എനർജി ഒന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഞാൻ നീങ്ങേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തുടക്കത്തിലേ ഒന്ന് സാധാരണ തുടക്കത്തിൽ അങ്ങനെ ചെയ്യാറില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു എനർജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതൊന്ന് പയറ്റും. പക്ഷെ ഇത്തവണ ഞാൻ സ്റ്റേജിൽ കയറി ആദ്യം തന്നെ, കാരണം അതിന്റെ തൊട്ട് മുൻപുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ കുവൈറ്റിലൊരു പ്രോഗ്രാം ചെയ്തപ്പം ഞാൻ നേരെ കയറി ഉടനെ തന്നെ അവരുടെ അടുത്ത് നിന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പം
അവരുടെ ആ ഒരു എനർജി എനിക്ക് തുടക്കത്തിൽ തന്നെ കിട്ടി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനത് ഇവിടെ ഒന്നൊന്ന് പയറ്റാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. അങ്ങനെ കുറെ ഉണ്ടാവാറുണ്ട്. അപ്പം പക്ഷെ നമ്മളതിനെ പിന്നീട് ഉള്ള അടുത്ത ഡയലോഗിലൂടെ അതൊന്ന് അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചത് തന്നെയാണ്, ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എന്തൊക്കെ പറയണം എന്നുള്ള കാര്യം. നമ്മൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല, നമ്മൾ ഓർത്ത് വെച്ചിട്ടൊന്നും പറയുന്നതായിരിക്കില്ലല്ലോ. അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്, ഇങ്ങനെ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടീസ് ആയിരിക്കാം. പിന്നെ മാത്രമല്ല, ഈ ഒരു പ്രിപ്പറേഷനെ തന്നെ നന്നായിട്ട് സഹായിക്കും. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പം പല സമയത്തും ഗസ്റ്റ് വരാനുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് അതിലൊരു എന്താ പറയാ, കുറച്ചും കൂടെ ഒന്ന് അതിനെ ഒന്ന് ഭംഗി കൂട്ടി ഒന്ന് ആൾക്കാരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുക. അതല്ലാതെ ചില സമയങ്ങളിൽ എന്താ പറയാ, നമ്മൾ ഗെയിംസ് ആയിട്ടോ അല്ലെങ്കിൽ അവരോട് ചെറിയ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചോ അവരെ ഒന്ന് എന്താ പറയാ ഒന്ന് ലൈവ് ആക്കി ഇരുത്താൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട്? കൂടുതലൊന്നുമില്ല. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് കുവൈറ്റിലാണ് ഒരു പ്രോഗ്രാം. അത് മാധ്യമത്തിന്റെ ഒരു പ്രോഗ്രാമാണ്. മാധ്യമത്തിലൂടെ ഒരുപാട് വേദികളിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അവരുടെ എഡ്യൂക്കേഫെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലായിരുന്നു കുവൈറ്റിൽ വെച്ച് നടന്നത്. വീണ്ടും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ആ സമയത്ത് തന്നെ മാധ്യമത്തിൽ തന്നെ ഇതുപോലെ ഖത്തറിലും ബഹറിലും ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇവിടെ ഓൾറെഡി കമ്മിറ്റ് ചെയ്തത് കൊണ്ട് അതിൽ പോകാൻ പറ്റിയില്ല. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പരിപാടി ഏതാണ്? ഇന്നോ നാളെ നമ്മുടെ ഈ അതെ, മാഹി തലശ്ശേരി 2 നാഷണൽ ഹൈവേ പ്രോജക്റ്റുകൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത് വീഡിയോ കോൺഫറൻസിലൂടെ സമർപ്പിച്ചിരുന്നു. ആ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് NHA ഹോസ്റ്റ് ചെയ്ത പ്രോഗ്രാമാണ് വളരെ റീസെന്റ് ആയിട്ട് ചെയ്തത്. ഇനി നമുക്ക് ആകാശവാണിയുടെ വിശേഷങ്ങളിലേക്കും കൂടെ പോകാം. എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം? നേരത്തെ പറഞ്ഞു പേപ്പറിൽ കണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പററി അല്ല, നമ്മൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടിക്ക് വിളിക്കുന്നു, നമ്മൾ പോയി ചെയ്യുന്നു. അതായത് ഒരു സ്ഥിരം ഒരു RJ അങ്ങനത്തെ ഒരു ജോലിയല്ല, ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ തുടക്കം ആകാശവാണിയിൽ തന്നെ യുവവാണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലായിരുന്നു തുടക്കം. അതില് നമ്മൾ ഇതുപോലെ തന്നെ ശബ്ദം കൊടുത്ത് അതായിരുന്നു പരീക്ഷ, വോയിസ് ടെസ്റ്റ് ആയിരുന്നു പരീക്ഷ. അതിൽ കൂടെ പാസ്സായിട്ടാണ് ആകാശവാണിയിലെ യുവവാണിയിൽ എത്തുന്നത്. യുവവാണി ഒരു 25 മിനിറ്റ്സിന്റെ ഒരു പ്രോഗ്രാമാണ് ഡ്യൂറേഷനുള്ള. ഓൾറെഡി ലൈവ് അല്ലാത്ത, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പല വിഷയങ്ങളും യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂത്തിന് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗസ്റ്റുകളെ കൊണ്ടുവന്ന് അവരുടെ ആ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് യുവവാണിയുടെ ഒരു നേച്ചർ. ഇപ്പൊ ഞാൻ ആകാശവാണിയുടെ തന്നെ റിയൽ FM-ലേക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഇപ്പൊ അതിലാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മള് നോർമൽ ഒരു സാധാരണ റേഡിയോസ് പോലെയുള്ളൊരു ആ ഒരു രീതിയേ അല്ല. ഇവിടെ ഒരു 3 ട്രാൻസ്മിഷൻ ആയിരിക്കും. രാവിലത്തെ ഒരു ട്രാൻസ്മിഷൻ, ഒരു മിഡ് ട്രാൻസ്മിഷൻ, ഒരു നൈറ്റ് ട്രാൻസ്മിഷൻ. ആ ട്രാൻസ്മിഷനിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ കമ്പയർ ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് പ്രിയഗീതം, യുവർ ചോയ്സ് പോലെ ആകാശവാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം, അത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ആ ഒരു ട്രാൻസ്മിഷനിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ കമ്പയർ ചെയ്യും. അതാണ് ആകാശവാണിയുടെ ഒരു രീതി. എനിക്കൊന്ന് ആകാശവാണിയിലാവുമ്പോൾ നമുക്ക് സമയം ഉണ്ടാകും. ഈ ഇപ്പൊ മറ്റേ ആങ്കറിംഗ് പോലെ ആവില്ലല്ലോ, ലൈവ് അല്ല, അതുകൊണ്ട് തന്നെ സമയം എടുത്ത് ചെയ്യും. അപ്പൊ എന്താണ് ഇത് രണ്ടിന്റെ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്? എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഏതിലാണ്? രണ്ടും ഒരേപോലെ തന്നെ താല്പര്യമാണ്. എനിക്കിഷ്ടമാണ് രണ്ടും ചെയ്യാൻ. ആകാശവാണിയിലാണെങ്കിൽ നീത ഇപ്പൊ പറഞ്ഞ പോലെ സമയം വളരെ കൃത്യമായിരിക്കണം. ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, കൃത്യമായിട്ട് തന്നെ ഓരോ പ്രോഗ്രാമും ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് പോകും. പക്ഷെ ആങ്കറിംഗിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ ഒരിക്കലും ഇതുവരെ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയും അത്ര കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് ആ മാറ്റങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ അതിഥികൾ അനുസരിച്ചും അവർ വരുന്നതിനനുസരിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. രണ്ടും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വോയിസ് ആർട്ടിസ്റ്റും കൂടെ അല്ലേ? അപ്പൊ ഏതെങ്കിലും പുസ്തകങ്ങൾക്ക് വോയിസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പുസ്തകങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുൻപാണത്. പുസ്തകങ്ങളല്ലാതെ തന്നെ പരസ്യങ്ങളിലും 2 സിനിമയിലും ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നുള്ളൂ, ചൂട്ട് എന്നാണ് സിനിമയുടെ പേര്. അതിന് മുൻപ് പുഴ മുതൽ പുഴ വരെ അതുപോലെയുള്ള സിനിമയിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പരസ്യങ്ങളിലും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് സിനിമയിലെ ഡബിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ
2 സിനിമകളിൽ അതല്ലാതെ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ലിപ്സിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആണ്. പലപ്പോഴും വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഈ മീറ്റർ ഒപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അതിശയത്തോടെ കേട്ട് നിൽക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ആൾക്കാർ ചില അവർ ഓൾറെഡി പറഞ്ഞിട്ടിട്ടുള്ള സാധനങ്ങൾ, പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പൈലറ്റ് കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അവർ വളരെ സ്പീഡിലായിരിക്കും, വളരെ പതുക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് ലിപ്സിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. ഈ എംടെക്കിന്റെ വഴി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടാണോ ഇതിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്? അല്ലല്ലല്ല, ഞാന് ഇപ്പൊ ഫറൂഖ് കോളേജിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇടയ്ക്ക് PhD ഒന്ന് ചെയ്തിരുന്നു, ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇത്തിരി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ആ വഴി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുന്നു മാത്രം. ഇതിനെല്ലാത്തിനും കൂടെ എങ്ങനെയാ സമയം കിട്ടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സമയം താനെ വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോളേജിൽ ഞാൻ പോകുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് സമയം കണ്ടെത്തുന്നു. ഇപ്പോൾ അവതാരക ആ ഫീൽഡിലേക്ക് നമുക്ക് വീണ്ടും വരാം. അതിലെ ഏറ്റവും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഞാൻ ഇതിൽ വീഡിയോസിൽ കാണുന്നുണ്ട് സിത്താരയുടെ ഒരു പ്രോഗ്രാം, പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. അതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വേറെ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പം ഈ കഴിഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ പ്രോഗ്രാം വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. എസ്പെഷ്യലി പല രാജ്യങ്ങളിൽ പല സ്റ്റേറ്റിൽ നിന്നുള്ള വീഡിയോ കോൺഫറൻസിങ്ങും ഒക്കെ വന്നതുകൊണ്ട് ആ ഒരു ടൈമൊക്കെ നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പരിപാടികൾ, എന്റെ കേരളം, വളരെ റീസെന്റ് ആയിട്ട് ULCCSന്റെ 100th ഇയർ സെലിബ്രേഷൻ, അതുപോലെയുള്ള കുറെ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു വേദിയാണ്. ഒപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള വേദി കൂടെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റേജസിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ സ്റ്റേജുകളിലേക്ക് പോകാൻ പറ്റട്ടെ, ഔട്ട്സൈഡ് കേരളയും ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പാഷൻ ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കുറച്ച് സമയം കൊണ്ട് എല്ലാ ഫീൽഡിലെ നല്ല നല്ല വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. വളരെ നന്ദി രേവതി, ഈ സി പ്രസ് ടിവിയിൽ അതിഥിയായി എത്തിയതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.